ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തതായി പരാതി. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ BJP കൗൺസിലർ C സജിത്താണ് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തതായി ആരോപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന സുരേഷ് എന്ന് പറഞ്ഞാൽ പരസ്യമായി മാപ്പ് പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാമെന്ന് സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അവസാനം ഞാൻ അറിഞ്ഞത് അത് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു അവസാനിപ്പിച്ചു. പക്ഷെ ഈ പയ്യൻ ആ മരുന്ന് സൂപ്രണ്ടിന് കൊടുത്തു. സൂപ്രണ്ട് അതിന് ഈ പറയുന്ന ഫാർമസിയിൽ കൊടുത്തത് നശിപ്പിക്കപ്പെട്ടു എന്നാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കാലാവധി കഴിഞ്ഞ മരുന്നാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയയാൾക്ക് ഫാർമസിയിൽ നിന്ന് വിതരണം ചെയ്തത്. ഇത് ചോദ്യം ചെയ്തതോടെ ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയെന്നുമാണ് കൗൺസിലർ ആരോപിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം. തുടർന്ന് സൂപ്രണ്ടിനോട് ഇയാൾ പരാതിപ്പെടുകയും പ്രശ്നം ഒത്തുതീർക്കുകയുമായിരുന്നു. സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം ഫാർമസിയിലെ ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയതിന് മാപ്പു പറഞ്ഞാണ് പ്രശ്നം അവസാനിപ്പിച്ചതെന്നും കൗൺസിലർ പറഞ്ഞു. അശ്രദ്ധമായാണ് ആശുപത്രിയിൽ ഇപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും ആശുപത്രിയിലെ പോരായ്മകൾ ഭരണസമിതിയുടെ പിടിപ്പുകേടാണെന്നും കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ച് ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നഗരസഭയും മറുപടി പറയേണ്ടി വരുമെന്നും കൗൺസിൽ യോഗത്തിൽ ആരോപണമുയർന്നു. ആശുപത്രിയിൽ ഇപ്പോഴും രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നില്ലെന്നും പലരെയും അനാവശ്യമായി മറ്റ് ആശുപത്രികളിലേക്ക് ശുപാർശ ചെയ്യുകയാണെന്നും ആശുപത്രിയിലെത്തിയ രോഗിയോട് ഹൃദയ സംബന്ധമായ അസുഖമാണെന്നും ഉടൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നും നിർദ്ദേശിച്ചതായും എന്നാൽ മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ രോഗിക്ക് ശ്വാസതടസ്സത്തിന്റെ പ്രശ്നമായിരുന്നുവെന്ന ആരോപണവും കൗൺസിലിൽ ഉയർന്നുവന്നു. സംഭവം അന്വേഷിക്കുമെന്നും പരാതി കിട്ടിയാൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി അന്വേഷണം നടത്തുമെന്നും ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി അറിയിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.